വളരെയധികം ആത്മാഭിമാനമുള്ള, സന്തോഷമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, പോക്കർ മാഷിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന വേള എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒന്നായി മാറിത്തീർന്നിരിക്കുന്നു. പോക്കർ മാഷിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ ബുദ്ധിജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുസ്തകം രചിക്കുക അല്ലെങ്കിൽ ആ പുസ്തകത്തിലെ ആശയങ്ങളായി മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല പോക്കർ മാഷ്. താൻ എഴുതുന്നത് തൻ്റെ ജീവിതത്തിലെ ഒരു സത്തയായി കൊണ്ടു നടക്കുന്ന ഒരാളാണ് പോക്കർ മാഷ് എന്ന് എനിക്ക് വളരെ അടുത്ത് നിന്ന് മനസ്സിലായിട്ടുണ്ട്, നോക്കിക്കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ആ നിലയ്ക്ക് തൻ്റെ ജീവിതം കൊണ്ട് തന്നെ താൻ പിന്തുടരുന്ന, താൻ എഴുതുന്ന ആശയങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയും ആ നിലയ്ക്ക് സമൂഹത്തിലേക്ക് ആ ചിന്തകളെ പകർത്തുവാനുമൊക്കെ സാധിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ആദരണീയനായ തത്വചിന്തകനും രാഷ്ട്രീയ സാമൂഹിക പണ്ഡിതനും കൂടിയാണ് പോക്കർ മാഷ് എന്ന ഈ വേളയിൽ പ്രത്യേകമായി പറഞ്ഞു വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മാർക്സും അംബേദ്കറും എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരാളെ വിമോചനാത്മകമായി ഉയർത്തിക്കാട്ടുന്നതിന് പകരം രണ്ട് വ്യക്തിത്വങ്ങളെ, മഹാന്മാരായ രണ്ട് ദാർശനികന്മാരെ സമൂഹം നേരിടുന്ന വിപത്തുകൾക്കെതിരെ, സമൂഹം അനുഭവിക്കുന്ന അസമത്വങ്ങൾക്കെതിരെ, രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ ദുരിതപർവങ്ങൾക്കെതിരെ ഇരുവരുടെയും തത്വചിന്തകളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും സാമൂഹികമായ രാഷ്ട്രീയമായ ചിന്തകളിൽ നിന്നുമൊക്കെ ആശയങ്ങൾ ഉൾക്കൊണ്ട് സ്വാംശീകരിച്ച് പരിവർത്തിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ് മാർക്സും അംബേദ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം. കേരളത്തിലെ ചില പണ്ഡിതന്മാർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഓട്ടോ എന്ന് സങ്കല്പിക്കുക, ഒരു ഓട്ടോ, ഒരു ത്രിചക്രവാഹനം. ആ ത്രിചക്രവാഹനത്തെ സങ്കല്പിക്കുകയാണെങ്കിൽ മാർക്സിൻ്റെ സിദ്ധാന്തങ്ങൾ ഈ രണ്ട് ടയറുകളാണ്. അതിലെ മുന്നിലത്തെ ടയറായിട്ട് മാത്രം അംബേദ്കറെ വെക്കുകയും ബാക്കി പ്രധാനപ്പെട്ട രണ്ട് ടയറുകളായിട്ട് ഈ മാർക്സിനെ സങ്കല്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്ര കാപട്യം മലയാളത്തിലെ മാർക്സിസ്റ്റ് ബുദ്ധിജീവികൾ കൊണ്ടു നടക്കുന്നുണ്ട്. അവർ പറയും, ഡോക്ടർ ബി.ആർ. അംബേദ്കറിൻ്റെ ലൈബ്രറിയിൽ മാർക്സിനെ പറ്റി വേണ്ടത്ര പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാർക്സിനെ പറ്റിയുള്ള അംബേദ്കറിൻ്റെ ചിന്തകൾ വേണ്ടത്ര ആലോചനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതല്ല. ഇത് പറയുന്നത് കേരളത്തിലെ ചില മാർക്സിസ്റ്റ് പണ്ഡിതന്മാരാണ്. ഇത് തെൽതുംദെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. തെൽതുംദെ പറയുന്നു, അംബേദ്കറുടെ ലൈബ്രറിയിൽ വേണ്ടത്ര മാർക്സിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. സോവിയറ്റ് മാർക്സിസത്തെ മുൻനിർത്തിയാണ് അംബേദ്കർ തൻ്റെ പര്യാലോചനകൾ മുന്നോട്ട് വെച്ചത് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ മാർക്സിന് ഒരു പോറലും ഏക്കാതിരിക്കുക, ഞാനിതെല്ലാം ഒരു ഉദ്ധരണിക്കകത്താണ് പറയുന്നത്, അംബേദ്കറെ കുറ്റപ്പെടുത്തുക. ഈ രീതിയിലാണ് ഈ ആലോചനകൾ പൊതുവെ മുന്നോട്ട് പോകുന്നത്. അതാണ് ഇവിടെ ബഹുമാന്യനായ ഷിജു ഏലിയാസ് സൂചിപ്പിച്ചു, രാഷ്ട്രീയ തത്വചിന്തകന്മാരെയും ദാർശനികന്മാരെയും തെറ്റാവരം കിട്ടിയ പുരോഹിതന്മാരെ പോലെയാണ് നമ്മൾ സ്ഥാനപ്പെടുത്തുന്നത്. അതിൽ നിന്ന് മാറി ഇന്ത്യൻ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളിൽ എങ്ങനെയാണ് ഈ തത്വചിന്തകരെ സ്ഥാനപ്പെടുത്തേണ്ടത് എന്നും ഈ ചിന്തകരെ ഏത് രീതിയിലാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്നുമുള്ള കാര്യമാത്ര പ്രസക്തമായ ചരിത്രപരമായ ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ നാം നിർവഹിക്കേണ്ടത്. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് മാറി നിന്നുകൊണ്ട് അംബേദ്കറെ പറ്റി പറയുന്നവരെ എല്ലാം തന്നെ സ്വത്വവാദികൾ എന്ന് സ്ഥാനപ്പെടുത്തുന്നൊരു പ്രവണത മലയാളികൾക്കിടയിൽ ഇപ്പോൾ വളരെ സജീവമാണ്. അതിപ്പോൾ ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് KN എതിരായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പിലൊരു സന്ദേശം പ്രചരിച്ചത്. അത് മലയാളികളുടെ എല്ലാം ശ്രദ്ധയിൽ വന്നു കാണും. KN വലിയൊരു പ്രശ്നക്കാരനാണ്.
വലിയൊരു അപകടകാരിയാണെന്നാണ് പറഞ്ഞത്. നേരത്തെ ഭീകരവാദിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പം അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നോക്കൂ, ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗിജിയുടെ ആശംസാപത്രം വായിക്കുന്നത് നമുക്കൊരു പ്രശ്നവുമില്ല. അത് മഹത്തായ വിപ്ലവമാണ്. മാർക്സിന് ശേഷമുള്ള വിപ്ലവമാണ് യോഗിജിയുടെ ആശംസാപത്രം കേരളത്തിൽ വായിക്കുന്നത്. മറ്റൊരു വിപ്ലവം. ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണെന്ന് പറഞ്ഞത് നമുക്ക് വിപ്ലവമാണ്. പക്ഷേ നോക്കൂ, കേരളത്തിൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും ഇടതുപക്ഷത്തിൻ്റെ രംഗത്ത്, ഇടതുപക്ഷ മണ്ഡലത്തിൽ അടിയുറച്ച് നിൽക്കുകയും അദ്ദേഹം ഒരു ദശാബ്ദം എന്നൊന്നും പറഞ്ഞാൽ പോരാ, എത്രയോ കാലങ്ങളായി, എനിക്ക് തോന്നുന്നു ഒരു 50 വർഷത്തിലധികമായി കേരളത്തിലെ ഇടതുപക്ഷ സാംസ്കാരിക രംഗത്ത് അടിയുറച്ച് നിന്നുകൊണ്ട് സാംസ്കാരികമായ പ്രബുദ്ധത മലയാളികൾക്കിടയിൽ പകർന്നു വെക്കുന്ന അതുല്യനായ ചിന്തകനും എഴുത്തുകാരനുമാണ് KN. പക്ഷെ അദ്ദേഹം ആക്ഷേപിക്കപ്പെടാൻ കേരളത്തിൽ ഒറ്റ കാരണമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ഒരു മുസ്ലിം പേരാണെന്നുള്ളതാണ്. ഒരു മുസ്ലിം പേരുകാരനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അപരവൽക്കരിക്കപ്പെടുന്നത്. ആരാണ് കേരളത്തിലെ പൊതു ആരാണ്? പൊതു സാഹിത്യകാരന്മാരാരാണ് കേരളത്തിൽ? അത് ഏതെങ്കിലും സവർണ വിഭാഗത്തിൽ നിന്നുള്ളവർ തന്നെ ആയിരിക്കും. സുകുമാർ അഴീക്കോട് മാത്രം ഒരു അപവാദം, അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ ചരിത്ര വിഷയങ്ങളിലേക്കൊന്നും തൽക്കാലം പോകുന്നില്ല. കേരളത്തിലെ ഒരു സാംസ്കാരിക നായകനായിരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷേ അദ്ദേഹം ഒരു നായരായിട്ടെങ്കിലും ജനിച്ചേ പറ്റൂ. ഒരു നായർക്ക് മാത്രമേ കേരളത്തിൽ സാംസ്കാരിക നായകനാകാൻ പറ്റൂ. വേറെ ആരെയും ആ പദവിക്ക് അനുവദിക്കില്ല എന്നുള്ളതാണ് മലയാളി കൊണ്ടു നടക്കുന്ന കാപട്യം. അത് മാർക്സിസ്റ്റുകാരായിട്ട് അറിയപ്പെടുന്നവർ ആര് തന്നെ ആയിരിക്കണം, അത് ഒരു ഒന്നാം തരം സവർണം തന്നെ ആയിരിക്കണം. അയാൾ പറഞ്ഞാൽ മാത്രമേ ശരിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ആ വാട്സപ്പ് സന്ദേശത്തിൽ പറഞ്ഞത്, വന്ദേ മാതരത്തിൻ്റെ ചരിത്രം പറയാൻ നമ്മുടെ സഖാക്കൾ ഉള്ളപ്പോൾ എന്തിനാണ് KN പോലെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് വരുത്തി ഓഡിയൻസിനെ ഉണ്ടാക്കി കൊടുക്കണോ? നോക്കൂ, അപരൻ്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കുന്ന കാലത്തെ പറ്റിയാണ് പറയുന്നത്. ഏത് അപരൻ്റെ ശബ്ദം? ഇതൊക്കെ ഇങ്ങനെ മലയാളി കൊണ്ട് നടക്കുന്ന ഈ ഒരു സൈദ്ധാന്തിക കാപട്യം പോലെ ലോകത്തൊരു മനുഷ്യരും ഇത്രമാത്രം കാപട്യം കൊണ്ട് നടക്കുന്നില്ല. അത്രമാത്രം ആഴത്തിൽ പുരോഗമന കാപട്യത്തിനുള്ളിൽ ജീവിക്കുന്നവരാണ് മലയാളി ബുദ്ധിജീവികളും പരാന്നഭോജികളായ സാംസ്കാരിക സംവർഗത്തിൽപ്പെടുന്നവരും. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പൊതു സാഹിത്യകാരന്മാരായി അറിയപ്പെടുന്നവരെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. MT വാസുദേവൻ നായരെ ആരെങ്കിലും നായർ സാഹിത്യം ചമച്ച ആളെന്ന് പറയാറുണ്ടോ? പറയാറേയില്ല. പക്ഷെ ഒരു ഗോത്ര വിഭാഗത്തിൽ ഒരു കവി ഉണ്ടായ ഉടൻ തന്നെ ഗോത്രകവി. അത് അയാളുടെ കവിത പൊതുസാഹിത്യ പരിഗണനയിൽ വരില്ലേ? വരും, പക്ഷെ നമ്മളതിനെ അനുവദിക്കില്ല. ഇതാണ് മലയാളിയുടെ ഒരു സവിശേഷമായ കാപട്യം. ആ കാപട്യത്തിൽ ഒരു ഉദാഹരണവും കൂടെ പറയാം. മലയാളത്തിൽ അടുത്ത കാലത്തായിട്ട് ഒരുപാട് നോവലുകൾ ഇറങ്ങുന്നുണ്ട്. ആ നോവലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദേശങ്ങളിൽ നടക്കുന്ന പല സന്ദർഭങ്ങളുമാണ് അത് അന്വേഷിക്കുന്നത്. അതിൻ്റെ കഥാസന്ദർഭം വിദേശങ്ങളാണ്. PK രാജശേഖരൻ ഒരിടത്ത് പറഞ്ഞത്, ഈ വിദേശങ്ങളിൽ നടക്കുന്ന നോവലുകളെ പറ്റിയൊക്കെ എഴുതിയാൽ ഈ കേരളത്തിലുള്ളവർക്ക് എങ്ങനെ ഇതുമായി കണക്ട് ചെയ്യാൻ പറ്റും? പക്ഷേ മീരയുടെ കലാച്ചി ഇറങ്ങിയപ്പോൾ പുള്ളിയുടെ സിദ്ധാന്തം അങ്ങ് പെട്ടെന്ന് ശീർഷാസനം ചെയ്ത് അത് അത്യുഗ്ര നോവലാണെന്ന് പറഞ്ഞു. ഇന്നലെ വരെയുള്ള സിദ്ധാന്തം എന്തായിരുന്നു? മറ്റൊന്നായിരുന്നു. മീരയുടെ കലാച്ചിക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് ഈ സിദ്ധാന്തം തലകുത്തനെ ശീർഷാസനം ചെയ്ത് നിൽക്കുക. മലയാളത്തിലെ ഈ നിരൂപകരുടെ, സവർണ നിരൂപകന്മാർ കൊണ്ടു നടക്കുന്ന ആഖ്യാന കാപട്യം എന്ന് പറയുന്നത് അടിമുടി അസംബന്ധം നിറഞ്ഞതും സവർണതയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. എന്താണ് ഈ ഒരു കേരളത്തിൽ ഈ നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക പരിപ്രേക്ഷ്യത്തിൻ്റെ മണ്ഡലത്തിൽ വേണം അംബേദ്കറുടെ ഇന്ത്യ എന്ന് പറയുന്ന വിഷയത്തെപ്പറ്റി നമുക്ക് ആലോചിക്കാൻ. അതുകൊണ്ടാണ് ഇത് ആമുഖമായിട്ട് ഇത്രയും വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്, കേരളത്തിൽ ഒരുപാട് സാംസ്കാരിക രംഗത്ത് ഒരുപാട് ആളുകൾ, സാഹിത്യ നായകന്മാരുള്ളപ്പോൾ പോലും KN പോക്കർ മാഷിനും
അതുപോലെ തന്നെ ദളിത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവർക്കും ഒക്കെ തന്നെ നിരന്തരം ഈ ചാപ്പകൾ നേരിടേണ്ടി വരും. നിരന്തരം ചാപ്പകൾ നേരിടേണ്ടി വരും. ജിഹാദി കമ്മ്യൂണിസ്റ്റ്, ഇതാണ് ജിഹാദി കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാണ് പുതിയ ചാപ്പ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഇതിൻ്റെ അർത്ഥം ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആൾക്ക്, ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നോ ഒരാൾക്ക് ചിന്തിക്കണമെങ്കിൽ ആരുടെയെങ്കിലും ഫണ്ട് കിട്ടിയാൽ മാത്രമേ അവർക്ക് ചിന്തിക്കാൻ കഴിയൂ എന്ന് പറയുന്ന മനുസ്മൃതിയുടെ പഴയ അളിഞ്ഞ പൊതുബോധമാണ് കേരളത്തിലെ ഈ ചാപ്പകളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത്. അത് മലയാളത്തിലെ മാർക്സിസ്റ്റുകാരെന്നറിയപ്പെടുന്ന ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരെന്നറിയപ്പെടുന്ന ആളുകൾ കൊണ്ടു നടക്കുന്ന ഈ ചാപ്പയുണ്ടല്ലോ, ആ ചാപ്പ അവർക്ക് തന്നെ വെല്ലുവിളിയാകാൻ പോകുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാത്തിനെയും എല്ലാ കാലത്തും ചാപ്പകൾ കൊണ്ട് ചാപ്പയടിച്ച് മുദ്ര കൊത്തി ആളുകളെ ഒതുക്കാമെന്നുള്ള നിങ്ങളുടെ വ്യാമോഹം, അത്തരം അപരവൽക്കരണം നടത്തുന്ന വ്യാമോഹം ഒന്നും ഇനി വിലപ്പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് ചാപ്പ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ആ ചാപ്പ ഞങ്ങളൊന്നും അനുവദിച്ചു തരാനോ അംഗീകരിക്കാനോ പോകുന്നില്ല എന്ന് ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും അംഗീകരിച്ചു തരാൻ പോകുന്നില്ല. തന്നെയുമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യയിലെ പാർശ്വവൽകൃത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇന്ത്യയിലെ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. അതിന് മറ്റാരുടെയെങ്കിലും പിന്തുണ വേണമെന്ന് കരുതുന്നത് അതിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം ബ്രാഹ്മണ്യത്തിൻ്റെ പരാന്നഭോജന സംസ്കാരമാണ്. ഈ തിരുവനന്തപുരത്ത് മാർത്താണ്ഡവർമ്മ രാജാവായിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ബ്രാഹ്മണർക്ക് സദ്യ കൊടുക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. നേരം വെളുക്കുമ്പോൾ അങ്ങ് ഇറങ്ങുക. എന്തിനാ? ഏതെങ്കിലും ഊട്ടുവരെ കയറുക, കഴിക്കുക, അന്തിയാവുമ്പോൾ വീട്ടിൽ ചെന്ന് കയറുക. ഇതാണ് പരാന്നഭോജന സംസ്കാരം. ഈ സംസ്കാരത്തിനുള്ളിൽ ജീവിച്ച് എല്ലാ മനുഷ്യരും പരാന്നഭോജികളാണെന്ന് അത്തരം ബ്രാഹ്മണ്യ സംസ്കാരത്തിൻ്റെ സംവാഹകർക്ക് തോന്നുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ത്യയിലെ അരികുവൽക്കരിക്കപ്പെട്ട ആളുകൾ, പാർശ്വവൽകൃത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ പരാന്നഭോജനത്തിൻ്റെ സംസ്കാരം കൊണ്ടു നടക്കുന്നവരല്ല. അതിനെതിരായ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടക്കേണ്ടത് എന്നുള്ളതാണ്. 2012 2 പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകൾ സംഘടിപ്പിച്ച ഒരു പോളിൽ ഏകദേശം 20 മില്യണിലധികം ആളുകൾ വോട്ട് ചെയ്തു. ആ വോട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ ആരായിരുന്നു എന്ന് കണ്ടെത്തുന്നതായിരുന്നു ആ വോട്ടിങ്. അന്ന് ഗാന്ധിക്കും നെഹ്റുവിനും മുകളിലായി മഹാനായ ഇന്ത്യക്കാരനായ അംബേദ്കർക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് എന്നുള്ളതാണ്. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? ഇതൊരു സന്ദേശം നൽകുന്നുണ്ട്. നിയമപണ്ഡിതനായ ആകാശ് സിംഗ് റാത്തോർ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ സംബന്ധിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അംബേദ്കേഴ്സ് പ്രിയാമ്പിൾ എന്ന് പറയുന്ന വളരെ വിഖ്യാതമായൊരു പുസ്തകം ആകാശ് സിംഗ് റാത്തോർ എഴുതിയിട്ടുണ്ട്. റാത്തോർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അംബേദ്കറിൻ്റെ എഴുത്തുകളിലും പ്രസംഗങ്ങളിലും അന്തസ്, ഡിഗ്നിറ്റി എന്ന വാക്ക് 150ലധികം തവണയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ആകാശ് സിംഗ് റാത്തോർ സൂചിപ്പിക്കുന്നത്. അന്തസ് എന്ന വാക്ക്, ആത്മാഭിമാനം എന്ന വാക്ക്. ഇത് പറഞ്ഞു തുടങ്ങുവാൻ കാരണം അംബേദ്കർ ഒരു പുതിയ ഇന്ത്യയെ ഭാവന ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ആലോചനാ വിഷയം തന്നെ അംബേദ്കറുടെ ഇന്ത്യ എന്നുള്ളതാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പുതിയൊരു ഇന്ത്യയെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭാവന ചെയ്തെടുത്തു എന്നുള്ളതാണ്. എന്താണ് ആ ഇന്ത്യയുടെ പ്രത്യേകത? ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇന്ത്യ എങ്ങനെയാണ് ജീവിച്ചത്? ആ ജീവിച്ച ഇന്ത്യയിൽ നിന്നും വേറിട്ട ഒരു ഇന്ത്യയെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭാവന ചെയ്തെടുക്കുവാൻ എന്താണ് കാരണം? ഇതിലേക്ക് വരണമെങ്കിൽ എന്തായിരുന്നു പഴയ ഇന്ത്യ എന്ന് നമുക്കറിയാൻ കഴിയണം. എന്തായിരുന്നു പഴയ ഇന്ത്യയുടെ നടപടിക്രമങ്ങൾ, സാമൂഹ്യ വ്യവസ്ഥ എന്തായിരുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് പുതിയൊരു ഇന്ത്യ എന്തുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭാവന ചെയ്തെടുത്തു എന്ന് നമുക്കറിയാൻ കഴിയും. മഹാഭാരതത്തിലൊരു കഥ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലേക്ക് വരാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീമൻ്റെ ഗദാധാടനമേറ്റ് തുട തകർന്ന് ദുര്യോധനൻ കിടക്കുന്ന സമയത്ത് ദുര്യോധനന് സന്തോഷമാകുമെന്ന് കരുതി ദ്രോണപുത്രരായ അശ്വത്ഥാമാവ് രാത്രിയിൽ പാഞ്ചാലിയുടെ പുത്രന്മാരുടെ മുഴുവൻ തല വെട്ടിയെടുത്ത് ദുര്യോധനൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു.
ദുര്യോധനൻ പറഞ്ഞു ഇത് ശരിയല്ല, വളരെ മോശമായിപ്പോയി. പുത്രദുഃഖത്താൽ പാഞ്ചാലി കരഞ്ഞപ്പോൾ അർജുനൻ അശ്വത്ഥാമാവിനെ തേടി പുറപ്പെട്ടു. അശ്വത്ഥാമാവിനെ ഒരു പശുവിനെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ അർജുനൻ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ പാഞ്ചാലി അർജുനനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇദ്ദേഹം ബ്രാഹ്മണനുമാണ്, ഗുരുവുമാണ്, അതുകൊണ്ട് നമ്മുടെ പുത്രന്മാരെ എല്ലാം കൊന്നാലും ഇദ്ദേഹത്തെ കൊല്ലാൻ പാടില്ല. ബ്രഹ്മബന്ധുർന ഹന്തവ്യ ആദതായി വദാർഹണഃ മയ്യവോഭയമാംനാദം പരിവാഹ്യനുശാസനം എന്ന് ഭാഗവത പുരാണത്തിൽ പ്രഥമസ്കന്ധം 7-ാം അധ്യായം 53-ാമത്തെ ശ്ലോകം. എന്തുകൊണ്ട് കൊല്ലാൻ പാടില്ല? ബ്രഹ്മബന്ധുർന ഹന്തവ്യ, ഒരു ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല. നോക്കൂ, സ്വന്തം പുത്രന്മാരെ മുഴുവൻ കൊന്നിട്ടും അദ്ദേഹം ബ്രാഹ്മണനായതിനാൽ കൊല്ലാൻ പാടില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ആ സദസ്സിൽ കൃഷ്ണനും ഉണ്ടായിരുന്നു. കൃഷ്ണൻ പറഞ്ഞു, ബ്രാഹ്മണൻ അധമനാണെങ്കിലും വദാർഹനല്ലെന്നും ആയുധമെടുത്തു വരുന്നവൻ ആരായാലും അവൻ വദാർഹനാണെന്നുമുള്ള തൻ്റെ 2 കൽപ്പനകളും പാലിക്കാൻ കൃഷ്ണൻ അർജുനനോട് ആഹ്വാനം ചെയ്തു. എന്തൊക്കെയാണ് ആഹ്വാനം ചെയ്തത്? ഒരു ബ്രാഹ്മണൻ ഒരിക്കലും വധിക്കപ്പെടാൻ പാടില്ല, പക്ഷേ ആയുധമെടുത്തു വരുന്നവൻ ആരായാലും അവൻ വദാർഹനുമാണ്. ഈ 2 കൽപ്പനകളും പാലിക്കപ്പെടണം. എന്ത് ചെയ്യും? അർജുനൻ ചെയ്ത പരിപാടി അശ്വത്ഥാമാവിൻ്റെ തലയിലെ മുടി രത്നത്തോടൊപ്പം മുറിച്ചെടുത്തു. ഭാഗവത പുരാണത്തിൽ പറയും, വവനം ദ്രവിണാദാനം സ്ഥാനാം നിര്യാപണം തഥാ ഏഷഹി ബ്രഹ്മബന്ധൂനാം വധോ നാന്യോസ്തി ദൈഹികഃ. മൊട്ടയടിക്കുക, സ്വത്ത് പിടിച്ചെടുക്കുക, സ്ഥാനഭ്രഷ്ടനാക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ കുറ്റവാളികളായ ബ്രാഹ്മണരോട് ചെയ്യാൻ പാടുള്ളൂ. ബ്രാഹ്മണർ വദാർഹരല്ല എന്നാണ് ഭാഗവത പുരാണത്തിൽ പറയുന്നത്. ബ്രാഹ്മണർക്ക് സമൂഹത്തിലുണ്ടായിരുന്ന സവിശേഷ പദവി നിമിത്തമാണ് അശ്വത്ഥാമാവിനെ വധിക്കാതിരുന്നതെന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ചാതുർവർണ്ണ്യ ജാതി വ്യവസ്ഥയാണ് ബ്രാഹ്മണർക്ക് ഇത്തരമൊരു സാമൂഹ്യ പദവി വാഗ്ദാനം ചെയ്യുന്നത് എന്നും ഇതിൽ നമുക്ക് മനസ്സിലാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മറ്റുള്ളവരെല്ലാം വധിക്കപ്പെടുകയും അവരുടെ ജീവൻ അപഹരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ജീവൻ ബ്രാഹ്മണൻ്റെ മുടിക്ക് തുല്യമാണെന്നാണ് ഭാഗവതം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് അശ്വത്ഥാമാവിൻ്റെ മുടി മാത്രം മുറിച്ചെടുക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ജീവൻ ബ്രാഹ്മണൻ്റെ രോമം പോലെ. അതാണ് ഈ കഥയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലനിന്നിരുന്ന നാട്ടിൽ നിന്നാണ് മറ്റൊരു സാമൂഹ്യ വ്യവസ്ഥയെ ആര് ഭാവന ചെയ്തെടുത്തത്? മഹാനായ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ ഭാവന ചെയ്തെടുത്തത് എന്നുള്ളത് നമ്മൾ സവിശേഷമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഉപനിഷത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഡോക്ടർ BR അംബേദ്കറുടെ ഒരു അന്വേഷണമുണ്ട്. ബ്രഹ്മൈസം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. അംബേദ്കർ പറയുന്നത്, ഉപനിഷത്തുക്കളിൽ തത്വമസി മുതലായ ആശയങ്ങളുണ്ട്. അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അംബേദ്കർ പറയും, ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന സിദ്ധാന്തത്തിൻ്റെ മുകളിലാണ് നിങ്ങൾ ജനാധിപത്യം കെട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ ജനാധിപത്യം സമ്പൂർണമായി തകരും. ഇതാണ് അംബേദ്കർ പറഞ്ഞത്. അപ്പോൾ ഉപനിഷത്തിൽ ചിലപ്പോൾ തത്വമസി എന്ന് കാണും, അഹം ബ്രഹ്മാസ്മി എന്ന് കാണും. പക്ഷേ ഇതുകൊണ്ടൊന്നും അതിൻ്റെ മുകളിലൊന്നുമല്ല ജനാധിപത്യം കെട്ടിപ്പടുക്കേണ്ടത് എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു വെച്ചത്. ഒരു വിഷയം കൂടി സൂചിപ്പിക്കാം. എന്തായിരുന്നു ഇന്ത്യയുടെ ചരിത്രഭൂതകാലത്തെ നയിച്ചിരുന്നത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യക്ക് ഒരു പ്രത്യേകമായ നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണരുടെ സംഘത്തെ വിളിച്ചുകൂട്ടി. എന്തിനു വേണ്ടിയാണ്? ജന്തു ലോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. ജന്തുവാണ് പിന്നീട് ഹിന്ദു ആയത്. അത് വേറൊരു ചരിത്രമാണ്. ജന്തു ഹിന്ദു ആയതിനൊരു ചരിത്രമുണ്ട്. ജന്തു ലോസ് ഉണ്ടാക്കി. ആ ജന്തു ലോസ് ഉണ്ടാക്കിയത് 6 ബ്രാഹ്മണരെ വിളിച്ചു കൂട്ടിയിട്ട് മനുസ്മൃതിയിൽ നിന്നും
യാജ്ഞവൽക്യ സ്മൃതിയിൽ നിന്നും ആശയങ്ങൾ സ്വരൂപിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ എന്തുണ്ടാക്കുന്നത്? ജന്തു ലോസ് ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണർ എഴുതി കൂട്ടിയ ഉപനിഷത്തുകളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും ഒക്കെയാണ് ഇന്ത്യയുടെ ഒരു ചരിത്ര ഭൂതകാലത്തെ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ കണ്ടെടുക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഇന്ത്യയെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഈ ചരിത്ര ഭൂതകാലത്തിൽ നിലനിൽക്കുന്ന ഇന്ത്യയെ വിമർശനാത്മകമായി പരിശോധിക്കുകയും ആ വിമർശനാത്മകമായി പരിശോധിക്കുക വഴി മാത്രമേ ഒരു ജനാധിപത്യ ഇന്ത്യയെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയൂ എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആഴത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഫിലോസഫി ഓഫ് ഹിന്ദുയിസവും അതുപോലെ ഭഗവത്ഗീതയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളുടെയൊക്കെ പ്രസക്തി അവിടെയാണ്. എന്തിനാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ വിമർശനാത്മകമായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തത്? എന്തിനാണ്? വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? വേറെ ധാരാളം പണികളുണ്ടായിരുന്നു അംബേദ്കറിന്. എന്നിട്ടും എന്തുകൊണ്ടാണ് സമയം മെനക്കെട്ട് അദ്ദേഹം ഭഗവത്ഗീതയെ സംബന്ധിച്ച് വിമർശനാത്മകമായി ഉപന്യാസം രചിക്കുകയും രാമനെ സംബന്ധിച്ച്, സീതയെ സംബന്ധിച്ച്, രാമായണത്തെ സംബന്ധിച്ച് ഒക്കെ വിമർശനാത്മകമായ പഠനത്തിലേർപ്പെട്ടതിൻ്റെ മുഖ്യ കാരണം ഇന്ത്യയെ വർത്തമാനകാലത്ത് പോലും നയിക്കുന്ന സിദ്ധാന്തങ്ങൾ, വിശ്വാസങ്ങൾ, അമ്മുമ്മ കഥകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ തന്നെ. ഇപ്പം കേരളത്തിൽ പോലും വലിയ സാംസ്കാരിക നായകനായിട്ട് അറിയപ്പെടുന്ന സുകുമാർ അഴീക്കോട് പോലും പറഞ്ഞെന്താണ്? ഉപനിഷത്തുകൾ ഹിമാലയം പോലെയാണെന്നാണ് പറഞ്ഞത്. എന്താണ് യഥാർത്ഥത്തിൽ ആ ഉപനിഷത്തുകൾ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണ് അതിലെ കാപട്യവും അസംബന്ധവും നമുക്ക് ബോധ്യപ്പെടുക. അതും കൂടെ പറഞ്ഞ് ഞാൻ ഈ സംഭാഷണത്തിൻ്റെ ഒരു ഭാഗം അവസാനിപ്പിക്കാം. ഒരു ഭാഗം കൂടെ ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ, വിഷമിക്കണ്ട, എളുപ്പം നമുക്ക് തീർക്കാം. പൊതുവെ പറഞ്ഞു വെക്കുന്നത് ഈ ഉപനിഷത്തുകളെന്ന് പറഞ്ഞാൽ എല്ലാ തത്വങ്ങളുടെയും സാരമാണെന്നും അതിൽ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ദർശനങ്ങളാണ് ഉള്ളതെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ ഉപനിഷത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം എന്താ? നമ്മൾ തത്വമസി എന്ന് പറയും, അത് നീയാകുന്നു. ഇപ്പം ശബരിമലയുടെ 18 പടിയും കടന്ന് നമ്മൾ കാണുന്നത് എന്നാണ്? തത്വമസി, അത് നീയാകുന്നു. എഴുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബ്രാഹ്മണരെ അല്ലാതെ ഒറ്റ മനുഷ്യരെ ശ്രീകോവിലിനകത്തോട്ട് പൂജാരിമാരായിട്ട് ഇപ്പോഴും കയറ്റത്തില്ല. പറയുമ്പം എല്ലാം ഹിന്ദുക്കളാണ്. നായർ മുതൽ നായാടി വരെ, അല്ലെങ്കിൽ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വെള്ളാപ്പള്ളി കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ക്രിസ്ത്യാനികൾ മുതൽ നമ്പൂതിരി വരെ നാക്കിയിട്ടുണ്ട്. അതിനെയും കുറച്ചും കൂടെ വലിപ്പം വെക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാര്യത്തോടെടുക്കുമ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ കണക്കൊന്ന് പരിശോധിക്കണം. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ കണക്ക് പരിശോധിക്കാൻ നമുക്ക് ബോധ്യപ്പെടും ആരൊക്കെയാണ് സുപ്രീം കോടതിയിലെ കസേരകളിരിക്കുന്നത്, നയരൂപീകരണത്തിൽ ആരൊക്കെയാണ്, എത്രമാത്രം പ്രാതിനിധ്യം നമുക്ക് അധികാര കസേരകളിലൊക്കെ ഉണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ അസംബന്ധം നമുക്ക് ബോധ്യപ്പെടുക. UGCയുടെ 2023 വാർഷിക റിപ്പോർട്ട് പ്രകാരം 45 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ അധ്യാപകരുടെ കണക്കെടുക്കുമ്പോൾ പട്ടികജാതി അധ്യാപകരുടെ പ്രാതിനിധ്യം 11% താഴെയാണ്. ഇതിൽ തന്നെ പ്രൊഫസർമാരുടെയും അസോസിയേറ്റ് പ്രൊഫസർമാരുടെയും പ്രാതിനിധ്യം 7-8% വീതം മാത്രമാണ്. 2019 ടൈംസ് ഓഫ് ഇന്ത്യക്ക് ലഭിച്ച വിവരാവകാശ നിയമപ്രകാരമുള്ള കണക്കനുസരിച്ച് SC പ്രാതിനിധ്യം 2.23%, ST പ്രാതിനിധ്യം 0.31% മാത്രമാണ്. IIMലെ SC പ്രാതിനിധ്യം 0.8%, ST പ്രാതിനിധ്യം 0.2%.